നമസ്കാരം. ശബ്ദലേഖനവും എഡിറ്റിങ്ങും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ അധ്യാപകരെ സഹായിക്കുന്ന ഒരു ഉബുണ്ടു ആപ്ലിക്കേഷനാണ് ഒഡാസിറ്റി. ക്ലാസുകൾ, പ്രസംഗങ്ങൾ, പാട്ടുകൾ എന്നിവ ശബ്ദലേഖനം ചെയ്യാനും അതിനുശേഷം അത് എഡിറ്റ് ചെയ്യാനും അതുപോലെ ട്രാക്കുകൾ യോജിപ്പിക്കാനും ഒഡാസിറ്റി എന്ന ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ഒഡാസിറ്റി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഒഡാസിറ്റി ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ ആദ്യ ഭാഗത്ത് നമ്മൾക്ക് ലഭ്യമാണ് ഒഡാസിറ്റിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒഡാസിറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് തുറന്നു വരിക. അപ്പോൾ ഒഡാസിറ്റിയിലൊരു കാര്യം റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മൈക്ക് ശരിയായ വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. അതിന് ഇവിടെ ക്ലിക്ക് ടു സ്റ്റാർട്ട് മോണിറ്ററിംഗ് എന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ശബ്ദം ഏത് രീതിയിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, എത്രമാത്രം വ്യക്തതയിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെയുള്ള ഇൻഡിക്കേറ്ററിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഓറഞ്ച് ചുവപ്പ് എന്നത് വന്നാൽ ശബ്ദം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് എത്തിയെന്നാണ്. അപ്പോൾ അത് ഒഴിവാക്കണം എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മുടെ സൗണ്ട് സെറ്റിങ്സിലേക്ക് പോവുക. സൗണ്ട് സെറ്റിങ്സിൽ ഇൻപുട്ട് സൗണ്ടിൽ ഇവിടെ കാണിക്കും ചൂസ് എ ഡിവൈസ് ഫോർ സൗണ്ട് ഇൻപുട്ട്. അതിവിടെ നമ്മുടെ ഡിവൈസ് മൈക്രോഫോൺ ബിൽറ്റ് ഇൻ ഓഡിയോ ആണ്. അതിൽ ഇൻപുട്ട് വോളിയം ഇപ്പോൾ കുറച്ച് അധികമായതുകൊണ്ടാണ് നമ്മൾക്ക് അവിടെ സംസാരിക്കുമ്പോൾ ഓറഞ്ച് റെഡൊക്കെ നമ്മൾ ഇൻഡിക്കേറ്ററിൽ കാണുന്നത്. അത് കുറച്ചിട്ട് ഒന്നുകൂടെ നോക്കാം. നമ്മൾക്ക് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു പ്രയാസം, ആ ഒരു പ്രശ്നം മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ട് സെറ്റിങ്സിൽ നമ്മൾ ഇൻപുട്ട് വോളിയം ക്രമീകരിച്ച് വെക്കുക. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങാം. ഇത് വളരെ ലളിതമായ ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ പണ്ട് നമ്മുടെ കാസറ്റിലൊക്കെ നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത ഒരു ഓർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അത്രമാത്രം ലളിതമായ ഒരു ആപ്ലിക്കേഷനാണ്. ഒന്ന് നോക്കാം. ഞാൻ എൻ്റെ ശബ്ദം റെക്കോർഡ് ഇവിടെ ഉള്ള ബട്ടണുകൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ പണ്ടത്തെ ടാപ്പ് റെക്കോർഡറിലൊക്കെ ഉള്ള അതേ ചിഹ്നമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പ്ലേ ബട്ടണാണ്. ഈ ചുവപ്പിലുള്ളത് റെക്കോർഡിംഗ് ബട്ടണാണ്. ഇത് പോസ് ബട്ടണാണ്. ഇത് തൊട്ട് മുമ്പുള്ള ഭാഗത്തേക്ക് പോകാനും തൊട്ട് ശേഷമുള്ള ഭാഗത്തേക്ക് പോകാനുമുള്ള ബട്ടണുകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ശബ്ദം ഒന്ന് റെക്കോർഡ് ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ, ഈ ഒരു ട്യൂട്ടോറിയലിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒഡാസിറ്റി എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ ഒരു ഓഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് പ്ലേ ചെയ്താൽ, പ്രിയപ്പെട്ട അധ്യാപകരെ, നമ്മൾ പറഞ്ഞത് നിങ്ങളെല്ലാവരെയും വളരെ അതേപോലെ കേൾക്കാൻ പറ്റും. ഇനി നമ്മളിതിന് ചെയ്യാനുള്ളത്, നമ്മുടെ സൗണ്ടിൽ ചില ക്രമീകരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ചെയ്യാനുള്ളത്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പരിസരത്തുള്ള ചില ശബ്ദങ്ങൾ, ചെറിയ ശബ്ദങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ശബ്ദങ്ങൾ നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് നോയ്സുകളാണ്. ആ നോയ്സ് നമ്മൾ സെലക്ട് ചെയ്താൽ, ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഭാഗം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നിത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ
ആ ഭാഗം സെലക്ട് ആയിട്ട് വരും. അപ്പോൾ അതിന് ശേഷം ഇഫക്റ്റിലേക്ക് പോയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോയ്സ് റിഡക്ഷൻ എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു നോയ്സിൻ്റെ പ്രൊഫൈൽ, അതായത് റിഡ്യൂസ് ചെയ്യാനുള്ള നോയ്സിൻ്റെ പ്രൊഫൈൽ നമുക്ക് റെക്കോർഡ് ചെയ്യണം. അത് നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ മുഴുവൻ ഭാഗവും റെക്കോർഡ് ചെയ്ത മുഴുവൻ ഭാഗവും സെലക്ട് ചെയ്യണം. അതിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒന്നുകിൽ കൺട്രോൾ എ അടിക്കുക, കൺട്രോൾ എ അടിക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ളത്. അല്ലെങ്കിൽ നമ്മൾക്ക് സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ട്, അത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മുഴുവനായിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ മുഴുവനും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും എളുപ്പം കൺട്രോൾ എ എന്നുള്ള കൺട്രോൾ എ അത് ക്ലിക്ക് അത് ആ കമാൻഡിലൂടെ കൺട്രോൾ എ എന്ന കമാൻഡിലൂടെ നമുക്ക് മുഴുവനായും സെലക്ട് ചെയ്യാൻ പറ്റും. തുടർന്ന് നമ്മൾ എഫക്റ്റിലേക്ക് തന്നെ പോയിട്ട് നമ്മൾ നേരത്തെ എടുത്ത നോയ്സ് റിഡക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ അതിൽ നമ്മുടെ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളെ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ അടിച്ചു കൊടുക്കുക. ഓക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതിൽ നമ്മുടെ ഈ ഭാഗം, ആ നോയ്സിൻ്റെ ഭാഗം ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സൗണ്ട് നമ്മൾക്കൊന്ന് നോർമലൈസ് ചെയ്യണം. അപ്പോൾ ഇത് സെലക്ഷൻ ആയിട്ടുണ്ട്, അതുകൊണ്ട് നോർമലൈസ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ നമ്മുടെ സൗണ്ട് ഒരു നോർമൽ ആയിട്ടുള്ള കേൾക്കാവുന്ന, കേട്ടാൽ സുഖമുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഓക്കെ ബട്ടൺ അടിച്ചു കൊടുത്താൽ നമ്മുടെ ശബ്ദത്തിന് ചെറിയൊരു വ്യതിയാനം വന്നിട്ടുണ്ടാവും. നമ്മൾക്ക് ഇനി അതൊന്ന് കേട്ട് നോക്കിയാൽ നമ്മുടെ ശബ്ദം കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാവും, നമ്മുടെ നോയ്സ് ഒക്കെ ഇല്ലാതായിട്ടുണ്ടാവും. ഇത്രയാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തന രീതികളൊക്കെ ഉള്ളത്. ഇനി ഇതിൻ്റെ കുറച്ച് ടൂളുകൾ പരിചയപ്പെടുത്താം. അതിലൊന്ന്, നമ്മൾക്കിത് ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഭാഗമാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മുടെ കേഴ്സർ കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കൺട്രോൾ ഐ അടിച്ചാൽ അവിടെ മുറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു ടൂള് എന്ന് വെച്ചാൽ നമുക്ക് ടൈം ഷിഫ്റ്റ് ടൂളാണ്. ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റും. നീക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ ഭാഗത്ത് ചെറിയൊരു വാക്ക് അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ ഇവിടെ ചേർക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു പുതിയ ട്രാക്ക് ഞാൻ ആഡ് ചെയ്യുന്നു. പുതിയ ട്രാക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ട്രാക്സിൽ പോവുക, ആഡ് ന്യൂവിൽ പോവുക, മോണോ ട്രാക്ക് അടിച്ചു കൊടുത്താൽ പുതിയ ട്രാക്ക് വരും. നമ്മൾ അതിൽ ഈ ഒരു ടൂളിൽ നിന്ന് ഈ ടൂളിലേക്ക് പോവുക. ഈ ടൂള് നമ്മൾ സാധാരണ സെലക്ഷൻ ടൂളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും റെക്കോർഡ് ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ നമസ്കാരം. ഇനി നമ്മൾക്ക് ആ ഭാഗം കുറച്ച് അധികമായിട്ട് വന്നത് കുറച്ച് സെലക്ട് ചെയ്ത് കളയുന്നു. സെലക്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾക്ക് ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്യൂട്ടോറിയലിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അധ്യാപകരെ നമസ്കാരം. അങ്ങനെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് വാക്കുകളൊക്കെ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നത്.
ഇനി നമ്മൾക്ക് ഈ പറഞ്ഞ ഈ ഒരു പ്രസംഗം നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നൊരു ഫയലായിട്ട് മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഫയലിൽ പോയിട്ട് അത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സൈസ് കുറഞ്ഞ ഫയൽ MP3 ഫയലാണ്. MP3യിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ കൊടുത്താൽ നമ്മൾക്കത് എവിടെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡെസ്ക്ടോപ്പിൽ എക്സ്പോർട്ട് ചെയ്യുന്നു. അതിന് ഫയൽ നെയിം കൊടുക്കുന്നു, സാമ്പിൾ എന്ന് കൊടുക്കുന്നു. അപ്പോൾ അത് സേവ് കൊടുത്താൽ അവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ആർട്ടിസ്റ്റിൻ്റെ പേര് കൊടുക്കാം, ട്രാക്ക് ടൈറ്റിൽ ഒക്കെ കൊടുക്കാം. നമുക്ക് ആൽബത്തിനും ടൈറ്റിൽ കൊടുക്കാം, കൊല്ലം കൊടുക്കാം. ഇതൊക്കെ അതിൽ റെക്കോർഡായി വരും. ഇത്രയാണ്. ഇപ്പം നമുക്ക് നോക്കാം, അത് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ സാമ്പിൾ എന്നുള്ളൊരു ഫയൽ ഞാനത് ഓപ്പൺ ആക്കുന്നു. ഇനി ഒഡാസിറ്റിയിൽ നമുക്ക് വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കരോക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാട്ട് പാടി റെക്കോർഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ട്രാക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഒരു ഓഡിയോ ഫയൽ ഒരു ഫയൽ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഫയൽ ഞാൻ ഇവിടെ അത് ഒരു സ്റ്റീരിയോ ട്രാക്കാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്ക് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഞാൻ ഈ ഒരു ട്രാക്കിലേക്ക് ഒരു പാട്ട് പാടി റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കൂ. താമസമെന്തേ വരുവാൻ. ഇനി നമ്മൾക്കത് കേട്ടു നോക്കാം. ഇനി നമ്മൾ നോയ്സ് റെഡ്യൂസ് ചെയ്യാണ്. അതിന് നമ്മളാദ്യം നോയ്സ് റിഡക്ഷൻ, നോയ്സ് പ്രൊഫൈൽ എടുത്തു. അതിനുശേഷം നമ്മൾ ഈ ട്രാക്ക് മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നു. ഈ ട്രാക്ക് മാത്രമേ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് നോയ്സ് റിഡക്ഷൻ, നോയ്സ് റെഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മളത് സൗണ്ട് നോർമലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഒന്നുകൂടെ കേട്ടു നോക്കാം. നോക്കട്ടെ. അപ്പോൾ നമ്മുടെ പാട്ട് ഈ രീതിയിൽ പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയൽ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. MP3 ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. അതിനൊരു പുതിയ പേര് കൊടുക്കാം. റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യുന്നു.
ആർട്ടിസ്റ്റിൻ്റെ പേര് കൊടുക്കുന്നു. ഇങ്ങനെ അത് എക്സ്പോർട്ടായി വരുന്നുണ്ട്. എക്സ്പോർട്ടായത് നമ്മൾക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഇനി ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾക്കത് പിന്നീടൊരു വീഡിയോയിൽ അതിൻ്റെ കൂടുതൽ സാധ്യതകൾ പരിചയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ട് കാണുമെങ്കിൽ പ്രതികരണം അറിയിക്കുക. എല്ലാവർക്കും നമസ്കാരം.